നവകേരള ന്യൂസിലേക്ക് സ്വാഗതം. ആയൂർ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിൽ വികസന കുതിപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ദിരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു ഫെബ്രുവരി 25-ന്. കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ വൻ മുന്നേറ്റമായ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയൂർ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു. 2026 ഫെബ്രുവരി 25-ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാന പദ്ധതികൾ: കിഫ്ബി ഫണ്ട് 1,30,00,000 രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം. PWD ഫണ്ട് 1 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിക്കുന്ന ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം. സംഘാടക സമിതി രൂപീകരണം. ഉദ്ഘാടന ചടങ്ങ് വൻ വിജയമാക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരണ യോഗം സ്കൂളിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ബി. സരോജദേവി യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു ആലുവിള, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ രാജീവ് കോശി എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ അമ്പിളി സ്വാഗതവും പ്രഥമാധ്യാപിക ദീപ റിപ്പോർട്ടും അവതരിപ്പിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ രാധാരാജേന്ദ്രൻ, ജ്യോതി വിശ്വനാഥ്, UPS പ്രഥമാധ്യാപകൻ ഹുമാംഷ, മുൻ വാർഡ് മെമ്പർ എ റാബി, B. മുരളി, MS നാസർ, അമൽ വർഗീസ്, സീമ, രതീഷ്, K. സന്തോഷ് കുമാർ, പ്രസാദ്, രജിത സുഭാഷ്, വിവേകാനന്ദൻ, അനിമോൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു സംസാരിച്ചു. നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ചയിൽ പങ്കാളികളാകാൻ എല്ലാവർക്കും സ്വാഗതം. നവകേരള ന്യൂസ് ആയൂർ. അവർ പങ്കെടുത്തു. അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇനിയുള്ള തുടർന്ന് അതിൻ്റെ ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു തുറന്ന സമീപനം അക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് മാത്രം അറിയിച്ചപ്പോൾ നമ്മുടെ മുഴുവൻ ആളുകൾ വിവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ കെട്ടിടം പണിഞ്ഞതിന്റെ കോൺട്രാക്ട് ആരാണോ അദ്ദേഹമാണ് ചെലവാക്കുന്നത്. ഞങ്ങളൊക്കെ ഓരോ കെട്ടിടങ്ങൾ ചെയ്യുമ്പോൾ അത് അവിടെ ചെലവഴിക്കുന്ന പണങ്ങളൊക്കെ അതാത് കോൺട്രാക്ടർമാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ തുച്ഛമായ തുകകളാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ഈടാക്കുന്നത്. ബാക്കിയെല്ലാം കോൺട്രാക്ടർമാരാണ് ചെയ്യുന്നത്. ഇപ്പം റാബി എന്ന് പറയുന്നത് പഞ്ചായത്തിൽ നിന്ന് തുക കൊടുക്കാൻ കഴിയുന്നു. പക്ഷേ പഞ്ചായത്തിൽ നിന്ന് കഴിയില്ല. കാരണം പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി MLA പങ്കെടുക്കുമ്പോൾ അതിന് നിശ്ചിതമായ തുകകൾ ചെലവഴിക്കാമെന്നുള്ള വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ അനുസരിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ളതായതുകൊണ്ട് ഇപ്പോൾ പഞ്ചായത്തിന് തുക ചെലവഴിക്കാൻ കഴിയില്ല. പക്ഷേ പഞ്ചായത്തിന് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരു നമുക്ക് ചെയ്യാൻ കഴിയുന്ന പഞ്ചായത്ത് കമ്മിറ്റിക്ക് തീരുമാനം എടുത്തിട്ട് ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായം തരാം. അതിനകത്ത് തോനെയും ചെയ്യാനും പറ്റില്ല. 10,000 രൂപയ്ക്കകത്തുള്ള ഒരു തുക തരാനേ കഴിയുള്ളൂ. അങ്ങനെ മാത്രമേ പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ കഴിയൂ. പക്ഷേ പഞ്ചായത്തിന്റെ കെട്ടിടമാണ് പഞ്ചായത്തിന്റെ പരിധിയിലുള്ളതും പഞ്ചായത്തിന്റെ അധീനതയിലുള്ളതും പഞ്ചായത്തിന് വിട്ടുകിട്ടിയതുമായ സ്ഥാപനമാണെങ്കിൽ ഒരു MLA പങ്കെടുക്കുന്ന പരിപാടിക്ക് നമുക്ക് 10,000 രൂപ നമുക്ക് ചെലവഴിക്കാം. 25,000 മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് നമുക്ക് 25,000 രൂപ നമുക്ക് ചെലവഴിക്കാം. അതിനൊക്കെ വ്യവസ്ഥകളുള്ളൂ. നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് ചെലവഴിക്കാനും കഴിയും. ജില്ലാ പഞ്ചായത്ത് ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് പൈസ ചെലവഴിക്കാൻ കഴിയുമെന്നായിരിക്കും. അതൊന്ന് ചോദിച്ചിട്ട് അത് കഴിയുമെങ്കിൽ ആ ഒരു സഹായം കൂടെ ചെയ്താൽ ഇത് ഭംഗിയായി നിലയിലേക്ക് ഇത് പോകുന്നതാണ്. അവിടെ നമുക്ക് ഇന്ന് തന്നെ MLA ആയിട്ട് സംസാരിക്കുക, കോൺട്രാക്ടർ നൽകുക, വൈശാഖോട് സംസാരിച്ചോളൂ. സംസാരിച്ചാൽ